ഒരുപക്ഷെ സേവാഭാരതിയുടെ പ്രവർത്തനങ്ങളെ കൊട്ടിഘോഷിക്കാൻ സേവാഭാരതി തയ്യാറാകാത്തത് കൊണ്ടാവാം ആശ്രിത് ഹിമാചലം സേവന രംഗത്ത് ഇത്രയും സമർപ്പണത്തോടെ ത്യാഗത്തോടെ എല്ലാം അങ്ങോട്ട് കൊടുത്തുകൊണ്ട് യാതനയും വേദനയും ഏറ്റുവാങ്ങി, അത് പ്രകൃതി ദുരന്തങ്ങളായാലും ദൈനംദിന ജീവിതത്തിലെ വിഷമതകൾ നേരിടുന്ന സാമാജിക ജീവിതത്തിലെ ആളുകളെ കുറിച്ചായാലും യുദ്ധരംഗത്തായാലും സംഘർഷാത്മക മേഖലകളിലായാലും എവിടെയും സേവാഭാരതിയുടെ അത്രയും സേവന പ്രവർത്തനം നടത്തുന്ന ഇന്ത്യ ഒട്ടാകെ ആ സേവനം നടത്തുന്ന മറ്റൊരു പ്രസ്ഥാനത്തെ ചൂണ്ടിക്കാട്ടാനുണ്ടാവില്ല. പക്ഷേ അവരുടെ പ്രവർത്തനം പലപ്പോഴും പ്രചരണാത്മകതയ്ക്കല്ല, പ്രചരണം ഉണ്ടാവാറുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പ്രചരണാത്മകതയ്ക്ക് മുൻതൂക്കം കൊടുക്കാതെ സേവനം ഒന്നാമതായി നടത്തുകയും ആ സേവനത്തിന്റെ പന്ഥാവിലൂടെ, ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞാൽ ഏറ്റവും ഒടുവിലത്തെ നമ്മുടെ നാടിനെ പിടിച്ചു കുലുക്കിയ 3 കൊല്ലം മുമ്പ് നടന്ന വെള്ളപ്പൊക്കം, ആ വെള്ളപ്പൊക്കത്തിൽ ജീവനെ പണയപ്പെടുത്തിക്കൊണ്ട് ജീവിതം ആഹൂതി ചെയ്ത ആളുകളുടെ പട്ടിക ഒരുപക്ഷെ മലയാളിയെ ഓർക്കുന്നുണ്ടാവില്ല. 3 വിലപ്പെട്ട ജീവിതങ്ങൾ നമ്മുടെ എറണാകുളത്തിലെ ഉൾപ്പെടെ ഒരാൾ ഉൾപ്പെടെ അന്ന് മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമത്തിൽ ജീവത്യാഗം ചെയ്യേണ്ടി വന്നു എന്ന് പറയുമ്പോൾ അതൊന്നും വലിയ നേട്ടമായി പെരുമ്പറ മുഴങ്ങി പറയാൻ തയ്യാറായി മുന്നോട്ട് വരുന്നില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ കണ്ടിൽ മതിക്കാൻ പാടില്ല. മറവിയൊരു രോഗമായി നമ്മളെ ആരംഗത്ത് പിടികൂടാൻ പാടില്ല.